കൊച്ചിയിലേക്ക് വന്ന കപ്പലാണല്ലേ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, കണ്ടെയ്നറുകൾ കയറ്റി ഈ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നതാണല്ലേ? വിനീത, ആ കാര്യവും നമുക്കിപ്പോൾ നാവികസേനയിൽ നിന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നു. വിഴിഞ്ഞത്ത് നിന്ന് കണ്ടെയ്നർ കയറ്റി കൊച്ചി തീരത്തേക്ക് പുറപ്പെട്ട കപ്പലാണ് പുറം കടലിൽ വെച്ച്, അതായത് തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ ദൂരെ വെച്ച് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആ കപ്പൽ ചെരിഞ്ഞിട്ടുണ്ട്. കണ്ടെയ്നറുകളാണ്, ഡേഞ്ചറസ് ഗുഡ്സ് ആണ് കപ്പലിലുള്ളത് എന്നതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് 2 വശങ്ങളുണ്ട്. ഒന്ന്, ഡേഞ്ചറസ് ഗുഡാണ് കടലിൽ വീണിരിക്കുന്നത് എന്നത് ഒരു വശം. അതും അപകടകരമാണ്. ഏതെങ്കിലും നിലയ്ക്ക് സ്പർശിക്കുക, തൊടുക, ആളുകളുടെ ഏതെങ്കിലും നിലയ്ക്കുള്ള സാന്നിധ്യം ഒക്കെ ഉണ്ടാവുക എന്നത് അപകടകരമാണ്. അത് തീരത്തേക്ക് വരാനുള്ളൊരു സാധ്യതയടക്കം പരിഗണിച്ചുകൊണ്ടും ഒപ്പം മറ്റ് കപ്പലുകളുടെയോ യാനങ്ങളുടെയോ സാന്നിധ്യം കടലിലുണ്ടെങ്കിൽ അതൊരു അപകടകരമായ സാധ്യതയാണ്. അതൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. മറ്റൊന്ന്, 24 ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പൽ അപകടകരമായ വിധം ചെരിഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിൽ മറ്റൊരു മർച്ചന്റ് ഷിപ്പിൽ നിന്ന് ലൈഫ് ഇട്ട് നൽകിയാണ് 9 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. കൊച്ചി നാവിക സേനയിൽ നിന്ന് ഒരു ഷിപ്പും കോസ്റ്റ് ഗാർഡിന്റെ 2 ഷിപ്പും ഈ സ്ഥലത്തേക്ക്, അതായത് ഈ അപകടം നടന്ന ലൊക്കേഷനിലേക്ക് തിരിച്ചിട്ടുണ്ട്. ബാക്കി ജീവനക്കാരെ രക്ഷപ്പെടുത്തണം. ഒപ്പം സുരക്ഷിതമായി എന്തെല്ലാം കാര്യങ്ങൾ, അതായത് ഡേഞ്ചറസ് ഗുഡ്സ് ആണ്, അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ നമ്മൾ പങ്കുവച്ചതാണ്. ആ കാര്യത്തിൽ എങ്ങനെയാണ് മറ്റു തുടർ കാര്യങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടിയന്തര രക്ഷാപ്രവർത്തനം എന്ന നിലയ്ക്ക് അടിയന്തരമായി ഈ സ്ഥലത്തേക്ക് ഇടപെടണം. ബാക്കിയുള്ള ജീവനക്കാർ ഇപ്പോൾ ലൈഫ് ഇട്ട് കൊടുത്ത് ജമ്പ് ചെയ്യിപ്പിച്ച് രക്ഷപ്പെടുത്തുക എന്നതാണ് നിലവിൽ പ്രായോഗികമായ കാര്യം എന്നതാണ് കപ്പലാണ്. MSC എൽസ 3 എന്ന കപ്പലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നൽകുന്ന നേവി നൽകുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. കൊച്ചിയിലേക്ക് എൻറൂട്ട് ചെയ്ത കപ്പൽ, വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് എൻറൂട്ട് ചെയ്ത കപ്പലാണ്. ഇതിന് 28 വർഷത്തെ പഴക്കമുണ്ട്. ലൈബീരിയൻ ഫ്ലാഗിലാണ് ഇപ്പോൾ ഇത് സർവീസ് നടത്തുന്നത് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റിൽ, അതായത് കൊച്ചി തീരമേഖലയിൽ തന്നെ നിലവിൽ, അതായത് ആഴക്കടലിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. വലിയ ഷിപ്പ് തന്നെയാണ് അല്ലേ സജോ? കാരണം 183 മീറ്റർ വലിപ്പമുള്ള, 25 മീറ്റർ വീതിയുള്ള വലിയ ഒരു കാർഗോ ഷിപ്പ് തന്നെയാണ് ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നത്. ഏതായാലും കോസ്റ്റ് ഗാർഡിന്റെ ഒപ്പം നേവിയുടെ സംഘം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 15 ജീവനക്കാരെ കൂടി രക്ഷിക്കാനുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ? വിനീത, ഉറപ്പായും. അതായത് വലിയൊരു ചരക്ക് കപ്പലാണ്. സ്വാഭാവികമായും അത്രയും ഗുഡ്സ് ആ കപ്പലിലുണ്ട്. അത് തന്നെ ഡേഞ്ചറസ് ഗുഡ്സ് ആണ് എന്നതാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ കാര്യത്തിലുമുണ്ട്. അതായത് ഈ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായും ചെയ്യുക, ജീവനക്കാർ സാധാരണഗതിയിൽ അപകടഘട്ടങ്ങളിൽ ലൈഫ് ഉപയോഗിച്ച് ജമ്പ് ചെയ്ത് തൊട്ടടുത്ത ലൈഫ് ബോട്ടുകളിലേക്ക് കയറി അതിനുശേഷം ഷിപ്പുകളിലേക്ക്, സമീപത്തേക്ക് എത്തുന്ന ഷിപ്പുകളിൽ കയറുക എന്നതാണ് പ്രായോഗികമായ പോംവഴി. അപ്പോൾ ജമ്പ് ചെയ്യുന്നതിനും കാരണം കാർഗോ അടക്കം കടലിൽ വീണു, അത് ഡേഞ്ചറസ് ഗുഡ്സ് ആണ്. ഒപ്പം കടൽ പ്രക്ഷുബ്ധമാണ്, റഫാണ്. അതിൻ്റെ പ്രയാസങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. ഈ വെതറിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും അടിയന്തരമായി വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് നേവി ഇതിനകം തന്നെ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ആരംഭിച്ചത് ഒരു വശത്ത് ആശ്വാസകരം. കോസ്റ്റ് ഗാർഡും സമാനമായ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്ന് ഔദ്യോഗികമായി തന്നെ പറയുന്നു. 24 പേരിൽ 9 പേരാണ് ഇപ്പോൾ സുരക്ഷിതരായിരിക്കുന്നത്. മറ്റ് ജീവനക്കാരുടെ കാര്യത്തിൽ വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നു. അതായത് വിഴിഞ്ഞത്ത് നിന്ന് എൻറൂട്ട് ചെയ്ത് കൊച്ചി തീരത്തേക്ക് എത്തുക, അങ്ങനെ കണ്ടെയ്നർ കാർഗോയാണ്, അതിൽ തന്നെ ഉള്ളത് ഡേഞ്ചറസ് ഗുഡ്സ് ആണെന്ന കാര്യവും മനസ്സിലാക്കണം. ഇതാണ് 2 രീതിയിൽ ഉള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൽ അവശേഷിക്കുന്ന 9 പേരെയാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അവശേഷിക്കുന്ന ജീവനക്കാരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കണം എന്നത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ ഡേഞ്ചറസ് ഗുഡ്സിന്റെ കാര്യത്തിൽ എന്തെല്ലാം കാര്യം വേണം, ഇടപെടൽ വേണമെന്നത് അതിന്റെ ആ രംഗത്തുള്ള വിദഗ്ധരുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതോറിറ്റി മെമ്പർ സെക്രട്ടറി പറഞ്ഞതും അത് തന്നെയാണ്. സൾഫർ കണ്ടന്റ് ഉൾപ്പെടെ ഉണ്ട്. റോഷിപാൽ, ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു. കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഇതിന്റെ ഓയിൽ ഉൾപ്പെടെ പടരുന്ന സാഹചര്യവും അത് തന്നെയാണ് അല്ലേ? വിനീത, അങ്ങനെയാണ്. കാരണം ഈ ഇന്ധനങ്ങൾ അത് മറൈൻ ഇന്ധനങ്ങളാണ്. അത് വലിയ രീതിയിൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് അപകടം ചെയ്യും. അതുകൊണ്ടാണ് കോസ്റ്റ് ഗാർഡ് ഈ വിവരം അപ്പോൾ തന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചതും. ഈ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് നിന്നും കണ്ടെയ്നറുകൾ നേരെ കടലിൽ ചെന്ന് പതിക്കുകയും അതിൽ നിന്നും ഈ ഇന്ധനങ്ങൾ നേരെ കടലിൽ പരക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നേരെ തീരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതിന് പുറമെയാണ് കണ്ടെയ്നറുകൾ കൂടി തീരത്തേക്ക് എത്തുന്നത്. നമ്മൾ ആദ്യം ചിത്രത്തിൽ കാണിച്ച ചില ബോക്സുകളുണ്ട്. ആ പെട്ടികൾക്കകത്തും
സമാനമായ രീതിയിൽ ഈ ഗ്യാസ് ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളാണ്. അതൊക്കെ സ്വാഭാവികമായും ഒരു തരത്തിൽ കൗതുകത്തോടെ സ്പർശിക്കാനുള്ള സാധ്യതയുണ്ട് ആളുകൾ. അങ്ങനെ സ്പർശിച്ചാൽ അത് അപകടമുണ്ടാക്കും എന്നതുകൊണ്ടാണ് ദുരന്ത നിവാരണ വിഭാഗവും കോസ്റ്റ് ഗാർഡും അങ്ങനെ ഇത്തരത്തിൽ ഇത് സ്പർശിക്കരുത് ഒരു മുന്നറിയിപ്പായി 112 എന്ന നമ്പറിൽ ഏതെങ്കിലും തരത്തിൽ ഈ അജ്ഞാത വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അറിയിക്കണം, അത് സ്പർശിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് നൽകിയത്. ഈ അപകടത്തെ തുടർന്ന് കടലിൽ എത്തിയതാണ് ഇത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് വിഴിഞ്ഞം പോർട്ടിൽ നിന്നും വിഴിഞ്ഞത്ത് വന്ന കപ്പലല്ല എന്ന രീതിയിൽ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും ഒരു വിവരം ലഭിക്കേണ്ട, ഔദ്യോഗികമല്ല എന്നാൽ പോലും അവിടെ നിന്നും അങ്ങനെ ഒരു വിവരം കൂടി തരുന്നുണ്ട്. ഇവിടെ ഓയിൽ എടുക്കാറില്ല എന്ന രീതിയിൽ ഇപ്പോൾ അല്ല, അതിൽ വിഴിഞ്ഞത്ത് നിന്ന് പോയ കപ്പലാണ്, പക്ഷേ വിഴിഞ്ഞത്ത് പോയ കപ്പലാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ഇന്നലെ രാത്രിയാണ് വിഴിഞ്ഞത്ത് നിന്നും ഈ കപ്പൽ തിരിച്ചത് എന്ന വിവരമാണ് ഇപ്പോൾ ഒടുവിൽ. അത് ഔദ്യോഗികമാണ്. വിഴിഞ്ഞം പോർട്ടിൽ നിന്നും ഔദ്യോഗികമായി ആ വിവരം ലഭിക്കുന്നു. ഏതായാലും ഈ കപ്പൽ അപകടത്തിൽപ്പെടുന്നത് കോസ്റ്റ് ഗാർഡ് തന്നെയാണ് അത് അപകടത്തിൽപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ഇങ്ങനെ ഇന്ധനം കടലിലേക്ക് പരന്നത് ശ്രദ്ധയിൽപ്പെട്ടതും. ഇന്ധനത്തിനൊപ്പം അത് ചില പെട്ടികളും കടലിലേക്ക് പതിച്ചിട്ടുണ്ട്. ആ പെട്ടികളടക്കം വലിയ താമസമില്ലാതെ തന്നെ, കാരണം കടലിൽ ശക്തമായ തിരമാലകളുണ്ട്, കാറ്റുമുണ്ട്.